മെയ് 14 വിശുദ്ധ മത്യാസിൻ്റെ തിരുനാൾ. യോഹന്നാൻ 15 അധ്യായം 9 മുതൽ 17 വരെ വാക്യങ്ങൾ. ഇന്ന് വിശുദ്ധ മത്യാസ് അപ്പോസ്തലൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരാകാൻ വിളിച്ച 12 പേരിൽ ഒരാളായിരുന്നില്ല മത്യാസ്. എന്നാൽ മത്യാസ് യേശുവിനെ അനുഗമിക്കുകയും അവനിൽ നിന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥ അപ്പോസ്തലനായിരുന്നില്ല. യൂദാസിന് പകരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മത്യാസ്. ഒരു എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വിളി സവിശേഷമാണ്. ക്രിസ്തുനാഥൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷമാണ് ശിഷ്യന്മാർ മത്യാസിനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്തിരുന്നു. ഗ്രീക്കുകാരുടെ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ മത്യാസ് കപ്പഡോഷ്യയിലും കാസ്പിയൻ കടലിൻ്റെ തീരപ്രദേശങ്ങളിലും വിശ്വാസം നട്ടു വളർത്തി എന്നാണ്. മറ്റൊരു പാരമ്പര്യമനുസരിച്ച് മത്യാസ് ആദ്യം യഹൂദയിലും പിന്നീട് എത്യോപ്യയിലും സുവിശേഷം പ്രസംഗിക്കുകയും അവിടെ വെച്ച് ക്രൂശിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. അവൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിലും പിതാവിൻ്റെ സ്നേഹത്തിലും വസിക്കും. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. എത്ര വെല്ലുവിളി നിറഞ്ഞ വാക്കുകളാണ് ഇവ. പരസ്പരം സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മൾ യഥാർത്ഥത്തിൽ പരിശ്രമിച്ചാൽ നമ്മുടെ ലോകം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഒന്ന് സങ്കല്പിക്കുക. സ്നേഹം ശക്തമാണ്. സ്നേഹമെന്നാൽ നമ്മൾ മറ്റൊരാളെ ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പരസ്പരം യോജിക്കണമോ എന്നോ ഇല്ല. ഒരു വ്യക്തിയുമായി നമുക്ക് അനുഭവമാവുന്ന വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും ആ വ്യക്തിക്ക് ഏറ്റവും മികച്ചത് ആഗ്രഹിക്കാനും അവരെ ആഴത്തിൽ പരിപാലിക്കാനും സ്നേഹം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നമ്മളോട് യോജിക്കുന്നില്ലെങ്കിലും അവർ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ അനുമാനിക്കുന്നു. ജീവിതത്തിലെ പല വെല്ലുവിളികളെയും മറികടക്കാനുള്ള കഴിവ് സ്നേഹത്തിനുണ്ട്. എന്നിരുന്നാലും നമ്മൾ പലതരത്തിലും എല്ലാത്തിലും യോജിക്കുന്നു എന്ന് ഇതിനർത്ഥമില്ല. അവരെ സ്നേഹിക്കാൻ നാം തീരുമാനിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുകയായിരിക്കും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നമുക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. ഓരോ തവണയും നമ്മൾ സ്നേഹത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ പാത സൗന്ദര്യവും സന്തോഷവും സമാധാനവും കൊണ്ട് കൂടുതൽ നിറയും. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.